നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജോർജ് കുര്യന്റെ മന്ത്രിസ്ഥാനം മലയാളിക്ക് നരേന്ദ്രമോദി നൽകിയ അപ്രതീക്ഷിത സമ്മാനമാണെങ്കിലും ആ സ്ഥാനത്തെത്താൻ ഏറെ വിയർപ്പൊഴുക്കിയ നേതാവാണ് കോട്ടയംകാരനായ കുര്യച്ചൻ. BJP കേരളത്തിന്റെ ഭൂപടത്തിൽ ഒരു കാവിപ്പൊട്ട് പോലും ഇല്ലാതിരുന്ന കാലത്ത് ABVP-യിലൂടെയാണ് കുര്യച്ചൻ പൊതുപ്രവർത്തനം തുടങ്ങുന്നത്. കർഷക കുടുംബത്തിലായിരുന്നു ജനനം. മാനാനവും നാട്ടകവുമായിരുന്നു ആദ്യകാല പ്രവർത്തന കേന്ദ്രം. ഡിഗ്രി കാലത്ത് ആവേശത്തിന് BJP-ക്കൊപ്പം ചേർന്നതാണെന്നാണ് ആദ്യം വീട്ടുകാർ കരുതിയത്. കോട്ടയത്ത് കോൺഗ്രസും കേരള കോൺഗ്രസും മാത്രമേ വേരോടൂ എന്നായിരുന്നു അന്നത്തെ ചിന്താഗതി. അതുകൊണ്ട് ബന്ധുക്കളെല്ലാം ഉപദേശിച്ചു, വെറുതെ ജീവിതം പാഴാക്കരുത്. എന്നാൽ സ്വന്തം ഭാവി പോലെ നോക്കാതെയാണ് കുര്യച്ചൻ BJP-ക്കൊപ്പം കട്ടയ്ക്ക് നിന്നത്. ഏറ്റുമാനൂർ രാധാകൃഷ്ണനാണ് രാഷ്ട്രീയ ഗുരു. മധ്യ കേരളത്തിൽ BJP-യുടെ ക്രൈസ്തവ മുഖമായി കുര്യൻ വളർന്നു. പലപ്പോഴും വലിയ പദവികളോ സ്ഥാനമാനങ്ങളോ കിട്ടിയില്ല. എങ്കിലും അദ്ദേഹം ആരോടും പരിഭവം പറഞ്ഞില്ല. ജോർജ് കുര്യനൊപ്പം PJ തോമസും ചേർന്നാണ് കോട്ടയത്ത് BJP വളർത്തിക്കൊണ്ടുവന്നത്. വളരെ സൗമ്യമായ പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത. ചാനൽ ചർച്ചകളിൽ BJP നയം കൃത്യമായി അവതരിപ്പിച്ച മറ്റൊരു നേതാവില്ലെന്ന് മറ്റ് നേതാക്കളും സമ്മതിക്കും. എത്രയോ കൊല്ലത്തെ അധ്വാനത്തിന് ശേഷമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാന്റെ കസേര അദ്ദേഹത്തെ തേടിയെത്തിയത്. BJP-യും കേരളത്തിലെ സഭകളും തമ്മിൽ അടുപ്പമായത് ജോർജ് കുര്യൻ ചെയർമാനായ ശേഷമാണ്. ദേശീയ നേതൃത്വം അത് മറന്നില്ല. അതിനുള്ള അംഗീകാരം കൂടിയാണ് മന്ത്രിസ്ഥാനം. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തിനായി ജോർജ് കുര്യൻ മുന്നിലുണ്ടായിരുന്നു. സഭാ നേതൃത്വവുമായുള്ള ആശയവിനിമയത്തിന് മുന്നിട്ടിറങ്ങി. സുരേഷ് ഗോപിക്കൊപ്പം ക്രൈസ്തവ സഭയും കൂടെ നിന്നു. അങ്ങനെ കുര്യനിലൂടെ സഭാംഗങ്ങളെ കൂടുതൽ ആകർഷിക്കാനും അവരിൽ നിന്ന് കൂടുതൽ പ്രവർത്തകരെയും നേതാക്കളെയും വളർത്തിക്കൊണ്ടുവരാനും BJP ലക്ഷ്യമിടുന്നു. KM മാണിയുടെ മരണത്തോടെ കോട്ടയത്ത് കേരള കോൺഗ്രസും ഉമ്മൻചാണ്ടിയുടെ കാലശേഷം കോൺഗ്രസും കോട്ടയത്ത് മുരടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മുതലെടുക്കാൻ CPM പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിലും വേഗത്തിൽ BJP-യെ വളർത്തിക്കൊണ്ടുവരണമെന്നാണ് നേതാക്കളുടെ ആഗ്രഹം. NDA-യുടെ വളർച്ചയും പാർട്ടി ലക്ഷ്യമിടുന്നുണ്ട്. അതുകൊണ്ടാണ് തുഷാർ വെള്ളാപ്പള്ളിയെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിപ്പിച്ചത്. രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാ MP ആയിട്ടായിരിക്കും അദ്ദേഹം അവിടെ എത്തുക. കുര്യനും സുരേഷ് ഗോപിയും BJP-യുടെ കേന്ദ്രമുഖമാകും. ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷയാകാനും സാധ്യതയുണ്ട്. സുരേന്ദ്രന്റെ കാലാവധി കഴിയാറായി. അങ്ങനെയെങ്കിൽ സംസ്ഥാന BJP-യുടെ മുഖം തന്നെ മാറും. ദേശീയ വൈസ് പ്രസിഡന്റായ അബ്ദുള്ളക്കുട്ടിക്കും പ്രധാനപ്പെട്ട സ്ഥാനം നൽകാൻ സാധ്യതയുണ്ട്. അതുവഴി മുസ്ലിം സമുദായത്തെയും കൂടെ നിർത്തുകയാണ് ലക്ഷ്യം. മലപ്പുറത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള സ്ത്രീകളടക്കം BJP സ്ഥാനാർത്ഥികളായി മത്സരിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിക്കാനായി വലിയ വികസന പദ്ധതികൾ കേരളത്തിലേക്ക് കൊണ്ടുവരും. അതേസമയം വയനാട്ടിൽ മത്സരിച്ച K സുരേന്ദ്രൻ അടക്കം 9 BJP സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച ക്യാഷ് നഷ്ടമായിരിക്കുകയാണ്. ഇത് വലിയ തിരിച്ചടിയായാണ് പാർട്ടി വിലയിരുത്തുന്നത്. സംസ്ഥാന അധ്യക്ഷൻ ഇത്രയും വലിയ തകർച്ച നേരിട്ടത് പാർട്ടി പ്രവർത്തകരെയും ദേശീയ നേതൃത്വത്തെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ, V മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ എന്നിവർ വലിയ മുന്നേറ്റം നടത്തിയപ്പോഴാണ് അധ്യക്ഷന് ദയനീയ പരാജയം. BJP-ക്ക് ഏറെ കരുത്തുള്ള കാസർഗോഡും കണ്ണൂരും കാര്യമായ വോട്ട് വിഹിതം കൂട്ടാനായിട്ടില്ല. ഇതിലൊക്കെ മാറ്റം വരണമെങ്കിൽ ക്രൈസ്തവരെ ഒപ്പം നിർത്തണം. അതിന് ജോർജ് കുര്യനെയും PC ജോർജിനെയും ഷോൺ ജോർജിനെയും പോലുള്ളവരുടെ നേതൃത്വം വേണം. അൽഫോൺസ് കണ്ണന്താനത്തെ കേന്ദ്രമന്ത്രിയാക്കിയിരുന്നെങ്കിലും അതൊന്നും കാര്യമായ നേട്ടമായില്ല. ജോർജ് കുര്യൻ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. അദ്ദേഹം അടിസ്ഥാനപരമായി BJP പ്രവർത്തകനാണ്. ആ ബഹുമാനം പാർട്ടിക്കാർക്കും നേതാക്കൾക്കുമുണ്ട്. കോട്ടയത്തെ BJP നേതാവ് നാരായണൻ നമ്പൂതിരിയാണ് ജോർജ് കുര്യന്റെ അടുത്ത സുഹൃത്ത്. മാതാപിതാക്കൾ ചെറുപ്പത്തിലെ മരിച്ച കുര്യൻ ചേട്ടന്റെ തണലിലാണ് വളർന്നത്. ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും സഹിച്ചാണ് പാർട്ടി പ്രവർത്തനം നടത്തിയത്. ഒരു ക്രിസ്ത്യാനി BJP-യിൽ ചേരുക എന്നത് വളരെ മോശമായി ചർച്ചപരമായിട്ടൊക്കെ കണ്ടിരുന്ന കാലത്താണ് കുര്യൻ സംഘടനയുടെ ഭാഗമായത്. ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു തവണ പുതുപ്പള്ളി ലെജിസ്ലേറ്റീവ് അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു. അതൊഴിച്ചാൽ തെരഞ്ഞെടുപ്പ് ഗോതകളൊന്നും കുര്യനെ കണ്ടിട്ടില്ല. എന്നാൽ പാർട്ടി പ്രവർത്തനം ചിട്ടയായി നടത്തിയിരുന്നു. കുര്യന്റെ ക്യാബിനറ്റ് പ്രവേശനം CPM-നും കോൺഗ്രസിനും ഒരേപോലെ വെല്ലുവിളിയാണ്. ക്രൈസ്തവ നേതൃത്വവുമായി നല്ല ബന്ധമുണ്ടാക്കിയെടുത്താൽ വരുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ BJP-ക്ക് വലിയ നേട്ടമുണ്ടാക്കാനാകും. സഭകളുടെയും ഹിന്ദുക്കളുടെയും വോട്ടാണ് ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിലുമുള്ളത്. അത് പെട്ടിയിലാക്കിയാൽ ഭരണം വരെ പിടിക്കാനാകും. അതിനുള്ള ശ്രമമാണ് BJP കേന്ദ്ര നേതൃത്വം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.